വളരെ ഹ്രസ്വമായ ജീവിതകാലയളവിൽ സാഹിത്യത്തിലും സിനിമയിലും സർഗാത്മകതയുടെ നാളങ്ങൾ പുതിയ തലമുറയ്ക്കായി കരുതിവെച്ച പി പത്മരാജൻ 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ജനിച്ചു. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്നും ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി. ആകാശവാണിയിൽ ജോലി ചെയ്യവേ അദ്ദേഹം എഴുതിയ അപരൻ, പുക, കണ്ണട, പ്രഹേളിക തുടങ്ങിയ കൃതികൾ പ്രശസ്തമായി. നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവലിന് ഏറ്റവും മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പത്മരാജനിലെ സിനിമാക്കാരൻ ഉണരുന്നത് 1972 പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. MD-ക്ക് ശേഷം ദൃശ്യകലയുടെ രസതന്ത്രം തിരിച്ചറിഞ്ഞ തിരക്കഥാകൃത്തായിരുന്നു പത്മരാജൻ. ഒരു ഫിലിം മേക്കർക്കും പ്രേക്ഷകനെ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു മേഖലയാണ് സിനിമ പൊതുവെ. എന്റെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ കണക്കാക്കുന്ന ചില ചിത്രങ്ങൾ, ഉദാഹരണത്തിന് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ മൂന്നാം പക്കം. ഭരതനുമായി ചേർന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ പത്മരാജൻ വളരെ പെട്ടെന്ന് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നിഗൂഢമായ ഒരനുഭവം മലയാളിക്ക് നൽകി. ഇതാ ഇവിടെ വരെ, രതിനിർവേദം, വാടകയ്ക്കൊരു ഹൃദയം, സത്രത്തിൽ ഒരു രാത്രി, രാപ്പാടികളുടെ ഗാഥ, നക്ഷത്രങ്ങളെ കാവൽ, തകര, കൊച്ചു കൊച്ചു തെറ്റുകൾ, ശാലിനി എന്റെ കൂട്ടുകാരി തുടങ്ങിയ ഒട്ടേറെ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥകൾ രചിച്ചു. പെരുവഴിയമ്പലം എന്ന സ്വന്തം നോവൽ സിനിമയാക്കിയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നുവന്നത്. കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽമാൻ, നവംബറിന്റെ നഷ്ടം, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, അപരൻ, ഞാൻ ഗന്ധർവൻ, തൂവാനത്തുമ്പികൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളി പത്മരാജനെ തിരിച്ചറിഞ്ഞു. തുടങ്ങി മോഹം ചെയ്തു തുടങ്ങി വേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. 1991 ജനുവരി 24 46-ാം വയസ്സിൽ പറയാൻ ബാക്കിവെച്ച കഥകളുടെ നൊമ്പരങ്ങളുമായി കാലത്തിന്റെ വിസ്മയങ്ങളിലേക്ക് പത്മരാജൻ കടന്നുപോയിട്ട് 20 വർഷം.